നമസ്കാരം. ഒരാളിൽ ആധ്യാത്മിക ചിന്ത എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു വിഷയമാണിന്ന്. ഏവരും മുഴുവനായിട്ടും കേൾക്കുക. മുഴുവനും കാണാതെ കേൾക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴി ധാർമ്മിക ചിന്തയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും ഏവരും ധർമ്മബോധം ഉള്ള ആൾക്കാർ ആയതുകൊണ്ട് അവരിലേക്കായിക്കൊണ്ട് ഇന്നൊരു കൊച്ചു കുട്ടിക്ക് ആത്മീയ ചിന്ത എങ്ങനെ വളർത്താം എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത് ഒരു 10 മിനിറ്റ് നേരം നമ്മളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കുക, മൊബൈലില്ലാതെ, സ്ക്രീനൊന്നുമില്ലാതെ, റീൽസ് ഒന്നുമില്ലാതെ 10 മിനിറ്റ് അടങ്ങിയിരിക്കുക. ആ സമയത്ത് നാം ചെയ്യേണ്ട നാമജപം 1 രൂപ ചെലവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നാമം ജപിക്കുമ്പോൾ എന്തോ ദോഷമുണ്ടെന്നും ഇല്ലെങ്കിൽ രാമൻ വരും, കൃഷ്ണൻ വരും, ദേവത വന്ന് എന്നെ രക്ഷിക്കും എന്നുള്ള ബോധമൊന്നുമില്ലാതെ നമ്മൾ ഒരു മന്ത്രത്തെ റിപ്പീറ്റ് ചെയ്യുന്നു. 10 മിനിറ്റത്തേക്ക് നാം മനസ്സ് ഉള്ളിലേക്ക് വലിഞ്ഞ് കണ്ണടച്ച് നാം പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ ജപിക്കുന്നു എന്നുള്ള ഒരവസ്ഥ. എന്താണ് മന്ത്രം? അവരവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മന്ത്രം സ്വീകരിക്കാം. പൊതുവെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ ഇത് ജപിക്കുമ്പോൾ ഈ മന്ത്രം ഞാൻ ജപിക്കുവാൻ പോകുകയാണെന്നും 10 മിനിറ്റോളം ഞാൻ വേറൊന്നും ചിന്തിക്കില്ല എന്നും ആദ്യമേ തന്നെ മനസ്സിൽ വിചാരിക്കുക. ഞാൻ സമാധാനമായിട്ട് ഇരിക്കാൻ പോകുകയാണ്. നല്ല വൃത്തിയുള്ള തറയിൽ ഒരു പലകയോ നല്ലൊരു പീഠം പോലെ എന്തെങ്കിലും ഇടുന്നു. വെറും തറയിൽ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പൊസിഷൻ സുഖാസനം എന്ന് പറയുന്നു. സുഖാസനത്തിൽ ഇരുന്ന് സമാധാനമായിട്ട് ടെക്നിക്കാലിറ്റി ഒന്നും ചിന്തിക്കാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ രാമനും കൃഷ്ണനും ടി വിയിൽ കാണിച്ചതുപോലെയുള്ള രൂപങ്ങളൊക്കെ കൊടുത്ത് ചിന്തിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഈ മന്ത്രം തന്നെയാണ് ദേവത. മന്ത്രനാഥം ഗുരും മന്ത്രം സമത്വേനാഭിപൂജയേത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മന്ത്രത്തിൽ മാത്രം നാം ഫോക്കസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളിൽ, വാക്കുകളിൽ നാം ഫോക്കസ് ചെയ്യുന്നു. കണ്ണടച്ച് ഒരു 10 മിനിറ്റ് ജപിക്കുന്നു. മുമ്പേ തന്നെ പറയുക കുട്ടിയുടെ അടുത്ത്, ഈ 10 മിനിറ്റ് ജപിച്ചാൽ മനസമാധാനം കിട്ടും എന്നുള്ളതാണ് വസ്തുത. മനസ്സിലുള്ള ഭാരമെല്ലാം നാം ഇറക്കി വയ്ക്കും. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന കൃഷ്ണനോ രാമനോ നിൻ്റെ മുമ്പിൽ ഇപ്പോൾ വരാൻ പോകുന്നില്ല എന്നുകൂടി പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. ഇതിൻ്റെ റിസൾട്ടിലേക്കല്ല നാം ആദ്യം നോക്കുന്നത്. ആദ്യമേ തന്നെ ഒരു മാങ്ങ ലഭിച്ച ശേഷം മാത്രമേ ഞാൻ ഇനി കൃഷി പണിക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാർക്ക് ലഭിച്ച ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങാം, റാങ്ക് കിട്ടിയ ശേഷം ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കണ്ട ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങാം എന്ന് പറ്റില്ല. പഠിച്ച് തുടങ്ങിയാലേ നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ, പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ആദ്യം കർമ്മമാണ്, ആക്ഷനാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇന്നത് ജപിച്ചാൽ ഇന്നത് ലഭിക്കും എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ തന്നെ 10 മിനിറ്റ് മനസ്സ് ശാന്തമാകുമെന്നും ചിന്തിക്കുവാൻ പോകുന്ന അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യക്തത ഉണ്ടാകുമെന്നും പറഞ്ഞ് ഒരു കുട്ടിയെ 10 മിനിറ്റോളം ഇരുത്തി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഒന്ന് ജപിപ്പിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ. സ്വന്തം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി കൊണ്ട് എന്തൊക്കെയാണോ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി ചെയ്ത് മുന്നോട്ട് പോട്ടെ. ഇത് മാത്രം മതി. ഇതിൽ തുടങ്ങുന്നു ആധ്യാത്മിക ചിന്ത എന്നുള്ളതാണ്. ഇതിങ്ങനെ നിത്യം നിരന്തരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഋഷികളെല്ലാം തന്നെ ഈ ധാരണത്തിലൂടെ മുന്നോട്ട് വന്നവരാണ്. അവർ പറഞ്ഞു തന്ന രീതിയെ നാം അവലംബിക്കുന്നു. അതിൽ ഇന്ന് എത്രത്തോളം ഡൈല്യൂട്ടായി ഇനി പറയാനില്ല, 1% പോലും നമ്മൾ കൊണ്ട് നടക്കുന്നില്ല. അതിൽ നിന്നാവട്ടെ നമ്മുടെ എല്ലാവരുടെയും തുടക്കം. നമസ്കാരം.